10 രൂപ നമ്മുടെ കേരള ഗവൺമെൻറ് ഹില്ലി അക്വ എന്ന് പറയുന്നത്. അജയ ഈ 10 രൂപയ്ക്ക് കൊടുത്താൽ 1.5 രൂപ 2 രൂപ ലാഭം കിട്ടും. കാരണം ഇത് 100 രൂപയും ഒരു കേസ് വെള്ളത്തിന് 100 രൂപയും 12 എണ്ണം എടുക്കുമ്പോൾ ഒരു കേസ് ഫ്രീ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 90 രൂപ വിലയാവത്തുള്ളൂ ഒരെണ്ണത്തിന്. അപ്പോൾ 90നെ 12 കൊണ്ട് ഭാഗിക്കുമ്പം 8 രൂപ 50 പൈസ താഴെ വരുന്നുള്ളൂ. 8-നും 8.25 ഇടയ്ക്ക് നിൽക്കുന്ന പ്രൈസേ വരത്തുള്ളൂ. നമുക്ക് 10 രൂപയ്ക്ക് വിൽക്കുമ്പോൾ ഇപ്പം തന്നെ ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. ഇത് 20 രൂപയ്ക്ക് വിൽക്കാൻ പാടില്ല, 15 രൂപ MRP ഉള്ളൂ കേരള ഗവൺമെൻറ്. അത് ഇതിൻ്റെ MRP കണ്ണ് കാണാൻ പ്രശ്നമുണ്ട് എനിക്ക്. 20 രൂപ ഇവിടെ 10 രൂപയേ ഉള്ളൂ. ഇത് ഇന്ന് തുടങ്ങിയതല്ല, നമ്മൾ അമ്മച്ചിക്കട അപ്പുറത്തുള്ള സമയം തൊട്ട് ഏത് ബ്രാൻഡ് നമ്മൾ എടുത്ത് കൊടുത്താലും 10 രൂപയ്ക്കായിരുന്നു നിൽക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. തീർച്ചയായിട്ടും വന്നാൽ മതി. ഏത് സമയം എത്ര ഉണ്ടോന്ന് എനിക്ക് സംശയം. അടൂരിലില്ല, അതെനിക്ക് ഉറപ്പായിട്ട്. എന്നാ ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യമല്ല. എല്ലായിടും 20 രൂപ, എല്ലായിടും 20 രൂപ. നമ്മൾ 10 രൂപയ്ക്കാണ്. പിന്നെ ഈ തന്നെയല്ല, ഈ ചൂടുള്ള സമയത്ത് ജനത്തിന് ഒരു കുപ്പിക്ക് ഇവിടെ പൈസ മുടങ്ങി 2 കുപ്പി കിട്ടും. അപ്പം ഒരു 100 രൂപ മുടക്കം പൈസ 10 കുപ്പി യാത്രക്കാരായ ആൾക്കാരൊക്കെ ബൈപ്പാസ് പോകുമ്പോൾ അവർക്ക് എടുത്തിട്ടുണ്ട്. ഒരു കേസ് ആകുമ്പോൾ 120 രൂപ. അതുകൊണ്ട് ഒരു കേസ് ഞാൻ വിൽക്കുമ്പോൾ എനിക്ക് ഏകദേശം 30 രൂപ ലാഭമുണ്ട്. അത് നിങ്ങൾ ഓർക്കാൻ, നഷ്ടത്തിലല്ല. ഞാൻ പുണ്യപ്രവൃത്തി എന്നാലും ഞാൻ ചെയ്യുന്നത്, ലാഭം എടുത്തിട്ട് തന്നെയാണ്. അതെ 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 ഉറപ്പായിട്ടും എല്ലാവരും അങ്ങ് ശ്രദ്ധിക്കുക. 10 രൂപയ്ക്ക് തന്നെ കൊടുക്കാൻ നമുക്ക് ശ്രമിക്കാം. കാരണം പിന്നെ ഐസൊക്കെ ഇട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നവർക്കാണെങ്കിൽ ഒരു 5 രൂപ വേണേൽ കൂട്ടി വാങ്ങിക്കാം. ഒരു 15 രൂപ അത് ഉറപ്പായിട്ടും വാങ്ങിക്കാം. 20 രൂപ എന്ന് പറയുന്നത് കൂടുതൽ തന്നെയാണ്, അന്യായം തന്നെ. 15 രൂപ ഓക്കെ എന്ന് വെച്ചാൽ അവർ കറണ്ട് ചാർജും ഐസ് വാങ്ങിക്കുവാണെങ്കിൽ ഒരു കുറ്റി ഐസിനൊക്കെ 100 രൂപയൊക്കെ വിലയുണ്ട്. പിന്നെ അവരുടെ വണ്ടി കൂലിയെല്ലാം കൂടെ ചേർത്ത് 15 രൂപയ്ക്ക് വിൽക്കാം. ഇവിടെ 10 രൂപയുള്ളൂ. ഇനി ഐസ് ഇട്ടാൽ ഐസ് ഇട്ടില്ലേ 10 രൂപ.